الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا إذا تداينتم بدين إلى أجل مسمى فاكتبوه وليكتب بينكم كاتب بالعدل ولا يأب كاتب أن يكتب كما علمه الله فليكتب وليملل الذي عليه الحق وليتق الله ربه ولا يبخس منه شيئا. സത്യവിശ്വാസി വിശ്വാസിനികൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോട് കൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ കാണാറുണ്ട്. നിങ്ങൾക്ക് ഫ്രിഡ്ജ് വേണോ, AC വേണോ, ഇവർ വെറും 1 രൂപ തന്നാൽ മതി. നിങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോ തന്നെ പണം തരാതെ മുൻകൂട്ടി തരാം, കടമായിട്ട് തരാം. നിങ്ങൾക്ക് വാഹനം വേണോ, ബൈക്ക് വേണോ, 1000 രൂപ അടച്ചാൽ നിങ്ങൾക്ക് തരാം. 1 ലക്ഷത്തിന്റെ ബൈക്ക് ഞങ്ങൾ നിങ്ങൾക്ക് വെറും 1000 രൂപ അടച്ചാൽ നിങ്ങൾക്ക് തരാം. കാറ് വേണോ, വെറും 5000 രൂപ നിങ്ങൾ ഇപ്പോൾ മുടക്കിയാൽ മതി, പിന്നീട് തവണകളായി നിങ്ങൾ അടച്ചാൽ മതി, പലിശരഹിത വായ്പയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് തരാം എന്ന് പറയുന്ന കമ്പനികളെയും മറ്റുമൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിലും വാങ്ങുവാൻ കഴിയുന്ന സാഹചര്യം ഇന്നുണ്ട്. പലരും ഇങ്ങനെയുള്ളതൊക്കെ ഒരു ലാഘവത്തോടു കൂടി കാണുകയും ഉണ്ടാകുമ്പോൾ കൊടുത്താൽ മതിയല്ലോ, ശമ്പളത്തിൽ നിന്ന് കിട്ടുമ്പോൾ കുറച്ചായിട്ട് അടച്ചാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവര് ഇങ്ങനെയുള്ള ഒരുപാട് ഈ ഇൻസ്റ്റാൾമെന്റ് സ്കീമുകൾ, പലിശരഹിത ഇൻസ്റ്റാൾമെന്റ് സ്കീമുകളുടെ ഭാഗമായിക്കണം. അവസാനം ഒരു ശമ്പളം കിട്ടിയാൽ അതിനുള്ളതെല്ലാം ഓരോ ഭാഗത്തേക്ക് കടമായിട്ട് പകുതി നൽകാൻ മാത്രം ബാക്കിയുള്ള രീതിയിലുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അതൊരു വശത്ത്. മറ്റൊന്ന്, പലിശക്ക് പണമെടുത്തുകൊണ്ട്, പലിശക്ക് പണം വാങ്ങിക്കൊണ്ട് വീടും മറ്റു സൗകര്യങ്ങളൊക്കെ കെട്ടിപ്പണിയുന്ന ആളുകൾ അവസാനം കടബാധയിൽ മുങ്ങി ആ കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഇങ്ങനെയുള്ള ചൂഷകന്മാരുടെ ഇരകളായി മാറ്റപ്പെടുന്ന ആളുകൾ. ഇതെല്ലാം നമ്മൾ കാണുന്നൊരു യാഥാർത്ഥ്യമാണ്. എത്രയെത്ര മനുഷ്യരാണ് കടം വാങ്ങി നശിച്ചുപോയ, സ്വപ്നങ്ങളെല്ലാം തകർന്നുപോയ ആളുകളായിട്ട് നമുക്ക് കാണാൻ കഴിയുക. കടം വാങ്ങുക എന്നത് ഇസ്ലാമിൽ അനുവദനീയമായ ഒരു കാര്യമാണ്. അനുവദനീയമായിട്ടുള്ള ഹലാലായ ഒരു വഴിയാണ്. ഒരാൾക്ക് പണത്തിന് എന്തെങ്കിലും അത്യാവശ്യമുള്ള സമയത്ത് അയാളുടെ കയ്യിൽ പണമില്ലെങ്കിൽ അയാൾക്ക് ഹലാലായിട്ട് പണം സ്വീകരിക്കുവാൻ പറ്റുന്ന വഴി തന്നെയാണ്
കടമായിട്ട് ഒരാളിൽ നിന്ന് പണം സ്വീകരിക്കുക എന്നുള്ളത്, പലിശക്കല്ല, കടമായിട്ട് സ്വീകരിക്കുക എന്നുള്ളത്. പലിശ എന്നത് വളരെ ഗൗരവപ്പെട്ടതും ഹറാമായതും ആയ ഒരു കാര്യമാണ്. നിങ്ങൾ പലിശ ഇരട്ടിയായി കഴിക്കരുത്, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്നൊക്കെ ഖുർആൻ പലതവണ പറയുന്നത്, ഹദീസുകൾ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പലിശ വളരെ പാപമായിട്ടുള്ള, കുറ്റമായിട്ടുള്ള, ഹറാമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. കടം വാങ്ങുക എന്നത് ഇസ്ലാമിൽ അനുവദനീയമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ കടം വാങ്ങുന്നത് മറ്റൊരുത്തന്റെ ഹക്കാണ്. അയാളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അയാൾ കൂട്ടിവെച്ച സമ്പത്തിന്റെ ഒരു പങ്കാണ്. വിശ്വാസത്തോടുകൂടി നമ്മളോടുള്ള വിശ്വാസം കാരണം അയാൾ നമുക്ക് നൽകുന്നത്. അത് വലിയൊരു ബാധ്യതയായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. മരിച്ചാലും തീരാത്ത ബാധ്യത, മരിച്ചാലും തീരാത്ത ബാധ്യത. നമ്മൾ പലപ്പോഴും പള്ളി മെഹ്റാബിൽ നിന്ന് പറയുന്നത് കേൾക്കാറുണ്ടല്ലോ, ഇതാ ഉപ്പ മരിച്ചിട്ടുണ്ട്, ഉപ്പാന്റെ എന്തെങ്കിലും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ മക്കൾ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. വലിയ ബാധ്യതയാണ്, മരിച്ചാലും തീരാത്ത ഒരു ബാധ്യതയാണ് കടം എന്ന് പറയുന്നത്. എത്രത്തോളം അറിയാം അതിന്റെ ഗൗരവം? ഷഹീദായി രണാങ്കണത്തിൽ മരിച്ചു വീണ ഒരു മനുഷ്യൻ, ഷഹീദിന്റെ പുണ്യം നമുക്കറിയാം. ഷഹീദ് ഒരാൾ രക്തസാക്ഷിയായാൽ അദ്ദേഹത്തിന്റെ രക്തം ശരീരത്തിൽ നിന്ന് ഒഴുകിത്തീരുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും അതോടുകൂടി ഇല്ലാതെയാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നതാണ്. ഷഹീദിന് സ്വർഗ്ഗത്തിൽ അത്രയും വലിയ സ്ഥാനമുണ്ട് എന്നത് ഖുർആൻ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്ന് പറയുമ്പോൾ ഇവര് സ്വർഗ്ഗത്തിൽ രക്തസാക്ഷികളോടൊപ്പമായിരിക്കും എന്ന് പറയുമ്പോൾ രക്തസാക്ഷികൾക്ക് സ്വർഗ്ഗത്തിലുള്ള പദവി എത്രത്തോളമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, യുഗ്ഫറു ലിശ്ശഹീദി കുല്ലു ദംബിൻ ഇല്ലത്തൈൻ. ഈ ഷഹീദായ രക്തസാക്ഷിയായ മനുഷ്യന് എല്ലാ പാപങ്ങളും പുറത്തു നൽകപ്പെടും. ഇല്ലത്തൈൻ, കടം അവിടെ കിടക്കും. കടം അത് മനുഷ്യനുമായുള്ള ബാധ്യതയാണ്, അത് അവിടെ കിടക്കും. മറ്റെല്ലാ പാപങ്ങളും അദ്ദേഹത്തിന് പൊറുക്കപ്പെടുമെങ്കിലും കടമുണ്ടെങ്കിൽ അതവിടെ അദ്ദേഹത്തിന്റെ ബാധ്യതയായി ഉണ്ടാകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞു തരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരിൽ നിന്ന് ആരുടെയെങ്കിലും മയ്യത്ത് കൊണ്ടുവരപ്പെട്ടാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമിൽ നിന്ന് നമസ്കരിക്കും. നമുക്കൊക്കെ അറിയുന്ന ഒരു സംഭവമുണ്ട്. പള്ളി അടിച്ചും വൃത്തിയാക്കുന്ന ഒരു പാവം സ്ത്രീ, അവർ മരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് അറിയിച്ചില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവസങ്ങൾ കഴിഞ്ഞ് അന്വേഷിച്ചു. അവർ മരിച്ചു എന്നും മറമാടിയെന്നും അവർ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല എന്ന് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീയുടെ ഖബറിന് മുന്നിൽ പോയി നിന്നുകൊണ്ട് നമസ്കരിച്ചു. നമുക്ക് ഇന്നും ഇപ്പോഴും നമ്മളുടെ കുടുംബത്തിൽപ്പെട്ട മറ്റാരുടെയെങ്കിലും ജനാസയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഖബറിന് മുന്നിൽ പോയി നമസ്കരിക്കാം എന്നതിനുള്ള തെളിവായി നമ്മൾ ഉദ്ധരിക്കുന്ന ആ സംഭവം. അതിനുശേഷം നമസ്കരിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഖബറുകൾ ഇരുട്ടു നിറഞ്ഞതാണ്. അതിനു മുന്നിൽ ഞാൻ അവർക്ക് വേണ്ടി നമസ്കരിച്ചാൽ അള്ളാഹു അത് പ്രകാശപൂരിതമാക്കും എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ മയ്യത്ത് കൊണ്ടുവരപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിച്ചു, ഹൽ അലൈഹി മിൻ ദൈൻ, അദ്ദേഹത്തിന് വല്ല കടവുമുണ്ടോ എന്ന് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയോട് പറഞ്ഞു, ഇല്ല റസൂലേ, കടമില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം നമസ്കരിച്ചു. മറ്റൊരാളുടെ മയ്യത്ത് കൊണ്ടുവരപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേ ചോദ്യം തന്നെ തുടർന്നു, അദ്ദേഹത്തിന് കടമുണ്ടോ എന്ന്. ഉണ്ട് എന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സ്വല്ലു അലാ സാഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി, നിങ്ങളുടെ സാഹിബിന് വേണ്ടി നിങ്ങൾ നമസ്കരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറി നിൽക്കാൻ ഒരുങ്ങി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അവിടെ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, അദ്ദേഹത്തിന്റെ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് നിന്നത്. നോക്കൂ, ഇതെത്ര ഗൗരവമാണ്, ഇതെത്ര പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികളും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മള് ആളുകളിൽ നിന്ന് കടം വാങ്ങും. ചെറിയ രൂപയൊക്കെ നമ്മളുടെ കൂട്ടുകാർ അവര് വല്ല ചെറിയ ജോലിക്കൊക്കെ പോയി കൊണ്ടുവരുന്ന പണത്തിൽ നിന്ന് നമ്മൾ കടം വാങ്ങും. കടം വാങ്ങിയത് പിന്നീട് കൊടുക്കാൻ തയ്യാറാകാതെ അതിങ്ങനെ മാറ്റി വെക്കുന്ന അവസ്ഥ, നമുക്ക് കടം തന്നവനെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ, അവനല്ല ഇടങ്ങേറാകുന്നത്, നമ്മളാണ് പെട്ടുപോകുന്നത് എന്ന ഗൗരവം നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നത് ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. എത്രത്തോളം എന്നറിയോ,
ആ കടം വാങ്ങിയ അവന്റെ കടബാധ്യത ഉണ്ടല്ലോ, ഒരാൾ കടം വാങ്ങി ആ കടബാധ്യത തീർക്കാതെ അദ്ദേഹം മരിച്ചുപോയി. പരലോകത്തെത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കടം പരിഹരിക്കുന്നത് എങ്ങനെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നുണ്ട് ഒരു ഹസനായ ഹദീസിലൂടെ. മൻ മാത വഅലൈഹി ദീനാറുൻ ഔ ദിർഹം, ഒരാൾ മരിച്ചു, അയാൾക്ക് ദീനാറോ ദിർഹമോ മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള കടമുണ്ട്. ഖുദിയ മിൻഹു മിൻ ഹസനാതിഹി, അവന്റെ നന്മകളിൽ നിന്ന് അത് അവന് ഈ കടബാധ്യത അല്ലാഹു അവിടെ കിട്ടും. ലൈസ തമ്മ ദീനാറുൻ വലാ ദിർഹമുൻ, അവിടെ തിരിച്ചു കൊടുക്കാൻ പണമില്ലല്ലോ, പരലോകത്ത് പണമിടപാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ കടത്തിന്റെ പരിഹാരം അല്ലാഹു ചെയ്യുക അവന്റെ ഹസനാത്തിൽ നിന്ന്, അവന്റെ നന്മയിൽ നിന്ന് തന്റെ സഹോദരൻ ആ ബാധ്യതക്ക് പകരം കൊടുക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയും നമ്മെ ഓർമ്മപ്പെടുത്തുകയും ഒക്കെ ചെയ്ത കാര്യം. പലപ്പോഴും കടത്തെ വളരെ സില്ലിയായിട്ട് കാണുന്ന കുറെ ആൾക്കാരുണ്ട്. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനെല്ലാം കടം വാങ്ങാം. കടം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കടം വാങ്ങിയാൽ പോരെ എന്ന് ഒരു മാസം കിട്ടുന്ന ശമ്പളത്തെക്കാളൊക്കെ അതിനേക്കാളൊക്കെ കടം വാങ്ങുന്ന രീതി ആളുകൾക്കിടയിലുണ്ട്. സാമ്പത്തിക അച്ചടക്കം മുസ്ലിം ഉമ്മത്ത് പഠിക്കേണ്ടത് തന്നെയാണ്. സാമ്പത്തികമായ അച്ചടക്കം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. അതിലൊരു അച്ചടക്കം വേണം നമുക്ക്. അവിടുന്ന് ഇവിടുന്ന് എല്ലായിടത്തുനിന്നുമായിട്ട് അവസാനം ആരോടൊക്കെ വാങ്ങിയതെന്ന് ആളുകൾ ചോദിച്ചു വരുമ്പോൾ മാത്രം അവൻ അറിയുന്ന രീതിയിൽ, ഒരു കൃത്യതയും ഇല്ലാത്ത രീതിയിൽ കടം വാങ്ങിക്കൂട്ടുന്ന ആളുകൾ അങ്ങനെയാവാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സരി വൽ മഗ്റം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കണം, അല്ലാഹുവേ എനിക്ക് കടത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു പടച്ചോനെ, അതുപോലെ തന്നെ തെറ്റുകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു അല്ലാഹ് എന്ന പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടുകൂടി പ്രാർത്ഥിക്കുന്നത് സ്വഹാബത്ത് കാണാൻ. ആ സമയത്ത് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, എന്താ റസൂലേ താങ്കൾ ഈ കടത്തെ കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അതെന്താണ്, അതിനൊരു കാരണം എന്ന് ചോദിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഉത്തരം എന്താണെന്ന് അറിയോ? ഇന്ന റജുല ഇദാ ഗരിമ ഹദ്ദസ ഫകദബ. കടത്തിലൊരു പ്രശ്നമുണ്ട്, കടത്തിനൊരു പ്രശ്നമുണ്ട്. നമ്മളൊക്കെ കാണുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഒരാള് കടം വാങ്ങിയാൽ അവൻ സംസാരിച്ചാൽ കളവ് പറയും. ഞാൻ നാളെ തരാം, ഞാൻ ഇപ്പൊ തരാം, എനിക്ക് വെറുതെ ആളെ കിട്ടിയിട്ടാണ് ഇപ്പൊ തരാം, ഞാൻ ഇന്ന് വൈകുന്നേരത്തിന്റെ കയ്യിൽ കൊണ്ടുവന്നേരാം. ഇത് ഹദ്ദസ കദബ. കടം വാങ്ങിയോ സംസാരിച്ചാൽ കളവ് പറയും. പിന്നെയോ അതുപോലെ തന്നെ കരാറ് ചെയ്താൽ ലംഘിക്കും. ഇന്ന ഡേറ്റിന് ഡേറ്റ് കൃത്യമായിട്ട് എഴുതി കൊടുക്കും, പക്ഷെ ലംഘിക്കും. കാരണം എന്താ? അവന് ആ കടബാധ്യതയുടെ ഒരു പ്രശ്നമാണ്. അത് താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ളതൊക്കെ ഉണ്ടായാൽ, അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെടുന്നത് അതാണ്. അതുകൊണ്ടാണ് കടത്തിൽ നിന്ന് എനിക്ക് കാവലിനെ ചോദിക്കുന്ന പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നത് എന്നത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുകയും അതിലൊരു ശ്രദ്ധ നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ കടം വാങ്ങാൻ ചില ആളുകൾ ആരോട് വാട്സപ്പിൽ പരിചയമുള്ളവരോടും ഫേസ്ബുക്കിൽ പരിചയമുള്ളവരോടൊക്കെ മെസ്സേജ് അയച്ചിട്ട് കടം സ്വരൂപിക്കുന്ന ചില സ്വഭാവക്കാരുണ്ട്. അവര് അതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കി ഒരു 100 ആളുകൾക്കൊക്കെ ഒരു വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ മെസ്സേജ് അയച്ചിട്ട് കിട്ടുന്നവർക്ക് വാങ്ങുക എന്നൊക്കെ രീതിയിൽ അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന ആളുകളെ കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, അയാൾ കടം വാങ്ങുമ്പോൾ അത് വീട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ആ കടം വാങ്ങുന്നതെങ്കിൽ അയാൾക്ക് അത് വീട്ടുവാനുള്ള ഒരു അവസ്ഥ അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും. അയാൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണമെന്ന് ഇത് ഞാൻ തിരിച്ചു കൊടുക്കണം, ഇത് അയാളുടെ ഒരു ബാധ്യതയല്ലേ. അങ്ങനെ കടം വാങ്ങുന്ന ആള് അയാളുടെ ആ കടബാധ്യത വീട്ടുവാനുള്ള സൗകര്യം അല്ലാഹു ചെയ്തു കൊടുക്കും. ഇനിയോ വമൻ അഖദ യുരീദു ഇത്ലാഫഹ, നീ കടം വാങ്ങണം, വാങ്ങുമ്പോൾ തന്നെ അവനെ പറ്റിക്കാം, അവന് കൊടുക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവൻ വാങ്ങുന്നതെങ്കിൽ അല്ലാഹു അവന്റെ ആ സമ്പത്തിനെ നശിപ്പിച്ചു കളയും, അവനത് വീട്ടാനും കഴിയൂല, അങ്ങനെ പ്രയാസപ്പെടുന്ന അവസ്ഥയുണ്ടാകും എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമാണ്. അതുപോലെ തന്നെ സമ്പന്നരായ ആളുകളുണ്ട്, ചില സമ്പന്നരായ ആളുകൾ, സാമ്പത്തികമായി കഴിവുള്ള ആളുകൾ, അവർ വെറുതെ കടം വരുത്തി വെക്കും. ഈ റോളിങ്ങിന്റെ ഒരു രീതിയുണ്ട് പലപ്പോഴും ഈ പണക്കാർക്കിടയിൽ ഉണ്ടാകുന്ന. എത്രത്തോളം എന്ന് വെച്ചാല് ഈ സാധാരണ തൊഴിലാളികളും അതുപോലെ തന്നെ ഈ ബിൽഡിംഗ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവര് ഇയാളുടെ പണം കയ്യിലൊക്കെ ഉള്ള ആളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇയാളുടെ പണി ഏറ്റെടുക്കും. പക്ഷെ പണി ഏറ്റെടുത്ത് പണി പൂർത്തിയായാലും അയാൾ ഇവരെ ഇട്ട് ഇങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കും. അയാൾ പണം വേണ്ടല്ല, അത് ചില പണക്കാരുടെ ഒരു സ്വഭാവമാണ്, ഒരു ദുശ്ശീലമാണ്. പണം ഉണ്ടായാലും ഈ പാവപ്പെട്ടവരെ ഇങ്ങനെ കറക്കി
ജീവിക്കുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടി തന്നെ അതിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട്. മക്റുൽ ഗനിയ്യു ദുൽമുൻ, ഈ പിന്നെ പണക്കാരനായ ആള് കടം ഇങ്ങനെ വൈകിപ്പിക്കുന്നത് അക്രമമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, കടം ദൂരീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന അലി റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക എന്ന പ്രാർത്ഥന. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക, ഹറാമിലേക്ക് പൊട്ടുപോകാതെ നിന്റെ ഹലാൽ കൊണ്ട് മതിയാകുന്നവനാക്കി നീ എന്നെ മാറ്റണേ പഠിച്ചോനെ. വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക, മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിന് പകരം നീ നൽകുന്ന ഫദ്ലിൽ മതിയായവനാക്കി നീ എന്നെ മാറ്റണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ്. അത് നമ്മൾ ജീവിതത്തിൽ പതിവാക്കുക. കടം അതൊരു ഗൗരവപ്പെട്ട വിഷയമാണ് എന്നത് ഇത്രയും ഹദീസുകളും ഇതൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണല്ലോ. ഖുർആനിൽ ഞാൻ ഓതി വെച്ച ആയത്തുകളാണ്. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തുദ്ദൈനാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മാ ഫക്തുബൂ എന്ന് തുടങ്ങുന്ന വചനം. നിങ്ങൾ വിശ്വാസികളെ, നിങ്ങൾ ആരെങ്കിലുമായി കടമിടപാട് നടത്തിയാൽ നിങ്ങൾ ആ കടം കൃത്യമായി എഴുതി വെക്കുക. നിങ്ങൾ ഒരു നിശ്ചിത അവധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവധി അടിസ്ഥാനത്തിൽ അത് എഴുതി വെക്കുക എന്ന രീതിയിൽ വളരെ വിശദമായിട്ട് ആയത്തിൽ നിന്ന് വായിച്ചു വയ്ക്കാൻ മതി. കടത്തിന്റെ ഗൗരവം എത്രയാണ്, അതിന് വിശ്വാസം കാണിക്കേണ്ടുന്ന ശ്രദ്ധ എത്രയാണ് എന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗൗരവപ്പെട്ട വിഷയമായി നമ്മൾ മനസ്സിലാക്കുകയും അത് മറ്റുള്ളവരുടെ ഹക്കാണ് എന്ന് മനസ്സിലാക്കുകയും ആളുകൾ അതുകൊണ്ട് വഞ്ചിക്കാനും തട്ടിപ്പ് നടത്താനൊക്കെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ നാളെ പരലോകത്ത് ബാക്കിയായി ഉണ്ടാകും എന്നത് ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായ രംഗത്തുള്ള കൃത്യത പാലിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദഹു വനസറ അബദഹു വഹസമ അൽഅഹ്സാബ വഹദഹു ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വഅതമ്മ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്ന വസിയത്ത് ചെയ്യുന്നു. പലപ്പോഴും മറ്റൊരാളോട് സ്വന്തം കാര്യത്തിന് വേണ്ടി പണം കടം ചോദിക്കുക എന്നുള്ളത് അഭിമാനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും. അത് അയാൾ അത്രയും പ്രയാസപ്പെടുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം ഒരാള് മറ്റൊരാളോട് പണം ആവശ്യപ്പെടാൻ തയ്യാറാവുക. ഇവിടെ പിന്നെ ഇങ്ങനെ കടം വാങ്ങിയ ആളുകൾ, ആ കടം വാങ്ങിയ ആളുകൾക്ക് അത് തരാൻ കഴിയില്ല എന്ന് മനസ്സിലായാൽ, നമ്മുടെ കയ്യിൽ പണമുള്ള ആളുകളാണെങ്കിൽ അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താലും നമ്മൾക്ക് സാമ്പത്തികമായി വല്ല ബാധ്യതയും പ്രശ്നമൊന്നും വരികയില്ല എങ്കിൽ അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നത് വലിയ പുണ്യമുള്ള ഒരു കാര്യമായിക്കൊണ്ട് ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിച്ചു തന്ന ഒരു കാര്യം തന്നെയാണ്. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനോട് ഒരാള് കുറച്ച് പൈസ കടം വാങ്ങിയിരുന്നു. അപ്പോ അദ്ദേഹം പറഞ്ഞ സമയമായിട്ടും അത് തിരികെ നൽകാതിരുന്ന സമയത്ത് ഇദ്ദേഹം ഈ കടക്കാരനെ അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങണം. അങ്ങനെ കടക്കാരനെ അന്വേഷിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഈ കടക്കാരൻ അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ കണ്ട സമയത്ത് അവിടുന്ന് ഒഴിഞ്ഞു മാറി. അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കാനുള്ളതില്ല, അദ്ദേഹം ഒഴിഞ്ഞു മാറി. അങ്ങനെ പിന്നീട് ഒരു സമയത്ത് അദ്ദേഹത്തെ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു കണ്ടു. ആ സമയത്ത് ഇദ്ദേഹം ചോദിച്ചു, എന്റെ പണം എവിടെയാണെന്ന് ചോദിച്ചപ്പോ ഈ കടം നൽകാനുള്ള ആള് പറഞ്ഞു, ഇന്നി മുഅ്സിറു, ഞാൻ കുടുക്കിലാണ്, പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം ചോദിക്കാണ്, അള്ളാഹു സാക്ഷിയാണോ, നീ പറയുന്നത് സത്യസന്ധമായിട്ടാണോ, അല്ലെങ്കിൽ എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? അപ്പൊ അദ്ദേഹം അള്ളാഹു തന്നെ സത്യം, അള്ളാഹു സത്യം എന്നൊരാള് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം. കാരണം ഞാൻ ഈ പറയുന്ന കാര്യത്തിന് അള്ളാഹു സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയാനുള്ളത്? എല്ലാത്തിനും അള്ളാഹു സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ നുണക്കും അള്ളാഹുവിനെ സാക്ഷി പറയുന്നവർ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക, വലിയ കുറ്റമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന്. അള്ളാഹു സാക്ഷി ഒരാൾ പറഞ്ഞാൽ അത് വിശ്വസിക്കണം. അത് അള്ളാഹുവാണ് ഞാൻ ഈ പറയുന്നതിന് സാക്ഷി എന്ന് പറയുന്നത് എത്ര വലിയ ഗൗരവപ്പെട്ട വർത്തമാനമാണ്. അപ്പോ
അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ സമയത്ത് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ സറഹു അൻ യുൻജിയഹു അല്ലാഹു മിൻ ഖുർബി യൗമിൽ ഖിയാമ, ആരെങ്കിലും അവരെ അല്ലാഹു ഖിയാമത്ത് നാളിലെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഫൽയുനഫിസ് അൻ മുഅ്സിരിൻ, എടങ്ങാറാകുന്ന പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, സമയതാമസം കൊടുക്കുക, അല്ലെങ്കിൽ അത് പാടെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ കാലതാമസം കൊടുത്തുകൊണ്ട് അവനെ സഹായിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയും അദ്ദേഹത്തിന് അത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഒരാൾ നമ്മളോട് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അയാൾക്ക് പ്രയാസമാണെങ്കിൽ, അയാൾ കൂടുതൽ സമയം അനുവദിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ അയാൾക്കത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കച്ചവടക്കാരനെ പറ്റി പറയുന്നുണ്ട്. കച്ചവടക്കാരന്റെ പ്രത്യേകത, അദ്ദേഹത്തിന് ഒരുപാട് കുറവുകളൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന ഒരു നന്മ എന്താണെന്ന് ചോദിച്ചാൽ, ആളുകൾ അദ്ദേഹത്തിൽ നിന്ന് കടം ചോദിച്ചാൽ അദ്ദേഹം കൊടുക്കും. എന്നിട്ട് അതിൽ നിന്ന് പ്രയാസപ്പെടുന്ന ആളുകളെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അത് അവർക്ക് വിട്ടുവീഴ്ച കൊടുക്കും. എന്നിട്ട് അദ്ദേഹം പറയും, ഞാൻ ഇപ്പൊ ഇവർക്ക് വിട്ടുവീഴ്ച കൊടുത്താൽ നാളെ പരലോകത്ത് അള്ളാഹു എനിക്ക് വിട്ടുവീഴ്ച ചെയ്ത് തന്നാലോ എന്ന് പറയും അദ്ദേഹം. എന്നിട്ട് അള്ളാഹു അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു സംഭവം നമുക്ക് കാണുവാൻ കഴിയും. ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 280-ാമത്തെ ആയത്ത്, വൈകാന ദു ഇസ്റത്തിൻ ഫനദിറത്തുൻ ഇലാ മൈസറ, അവർ പ്രയാസപ്പെടുന്ന ആളുകളാണെങ്കിൽ, കടം വാങ്ങിയ ആളുകൾ പ്രയാസപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഒരല്പ സമയത്തേക്ക്, അവന് എളുപ്പമാകുന്ന ഒരു സമയത്തേക്ക് അവന് സമയം ദീർഘിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ അവനെ ഇനി അത് സ്വതക്കയായി നൽകുകയാണെങ്കിൽ അതാണ് ഉത്തമം. നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ എന്ന് ഖുർആനും അതിന് പ്രോത്സാഹനം നൽകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ പരാധീനതകൾ അനുഭവിക്കുന്ന ആളുകൾ നമുക്ക് കഴിയുമെങ്കിൽ, അത് ഒരു ചെറിയ പണമൊക്കെ ആണെങ്കിൽ നമുക്കതുകൊണ്ട് വലിയ ബാധ്യതയൊന്നും വരികയില്ല എങ്കിൽ പ്രയാസപ്പെടുത്താതെ സമയം അനുവദിച്ചു കൊടുക്കുക എന്നത് പുണ്യമാണ്. അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നത് അതിനേക്കാൾ വലിയ പുണ്യമാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക, ഈ വിഷയത്തിന്റെ ഗൗരവം തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മള് ഒരുപാട് രോഗികൾ, ക്യാൻസർ ബാധിച്ച് പ്രയാസപ്പെടുന്ന രോഗികൾ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമുക്കിടയിലും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നുള്ള രോഗികൾക്ക് അവരുടെ എല്ലാ രോഗങ്ങളും പിന്നീട് ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ പൂർണ്ണമായ ശമനം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم احفظ بلادنا، اللهم احفظ بلادنا، اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.